ടെലിഗ്രാമിന് ഇന്ത്യയിൽ താൽക്കാലിക നിയന്ത്രണം. ഈ മാസം 22 വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടാണ് ഈ നടപടി. വിനീത ബി.ജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായിട്ട്. വിനീത, നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്നത് ഈ ടെലിഗ്രാമിലൂടെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഈ മാസം 22-ാം തീയതി വരെ താൽക്കാലിക നിയന്ത്രണം കൊണ്ടുവരാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് ഈ തീരുമാനത്തിന് പിന്നിലുള്ള മറ്റ് കാരണങ്ങൾ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നേരത്തെ തന്നെ ഈ ടെലിഗ്രാമിലൂടെ ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് എന്നും ഒപ്പം തന്നെ ഈ ചോദ്യപേപ്പറുകൾ ചോരുന്നു എന്ന തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും അത്തരത്തിലേക്കുള്ള സന്ദേശങ്ങളും നടക്കുന്നുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർക്കാർ വൃത്തങ്ങളുമായി ഇക്കാര്യം ചർച്ച ചെയ്യുകയും അവർ ഇത്തരത്തിലേക്കൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. NDAയുടെ അടക്കം ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. GK സൂചിപ്പിച്ചതുപോലെ നേരത്തെയും ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യപേപ്പറുകൾ ഈ ടെലിഗ്രാമിലൂടെ ചോരുന്നുവെന്നും ഒപ്പം തന്നെ ഈ ചോദ്യപേപ്പറുകൾ പണമുണ്ട് എങ്കിൽ അത് നൽകുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നൽകാമെന്നും ഒക്കെയുള്ള ചില തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെയും NDA ഇതുമായി ബന്ധപ്പെട്ട് ഒരു നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത്തരത്തിലേക്കുള്ള തട്ടിപ്പുകളോ വെബ്സൈറ്റുകളോ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി NDAക്ക് ഉറപ്പായും നൽകണമെന്നും അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നും NDA അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജൂൺ 21-നാണ് നീറ്റ് പുനഃപരീക്ഷ നടക്കുന്നത്. ജൂൺ 22 വരെയാണ് ടെലിഗ്രാമിന് ഒരു താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടെലിഗ്രാം പൂർണ്ണമായും ഒരു നിയന്ത്രണം എന്നതിനുള്ളതല്ല, ചില ആക്സസുകളിലേക്കുള്ള ഒരു നിയന്ത്രണമാണ് ഈ ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ജൂൺ 30 വരെ ഈ അയച്ച മെസ്സേജുകൾ റീഎഡിറ്റ് ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സംവിധാനത്തിലേക്ക് കൂടി കടക്കുകയാണ്. അത് നേരത്തെ അവർ പറയുന്നത് ഇത്തരത്തിലേക്കുള്ള നേരത്തെ അയച്ച മെസ്സേജുകൾ റീഎഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അത് വീണ്ടും പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ ചോർന്നു എന്ന തരത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന ഈ സന്ദേശങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഈ വ്യാജ ചോദ്യപേപ്പറുകളോ ഒക്കെ പിന്നീട് അത് എഡിറ്റ് ചെയ്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ഈ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമൊക്കെയായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണങ്ങളെ അടക്കം ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഒരു താൽക്കാലിക നിയന്ത്രണം ഇപ്പോൾ രാജ്യത്ത് ഈ ടെലിഗ്രാമിന്റെ. ശരി വിനീത, ഇതിനോടനുബന്ധിച്ച് മറ്റൊരു വാർത്ത കൂടി ഉണ്ടല്ലോ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കെതിരെ സുപ്രീം കോടതിയിൽ ഒരു പൊതുതാൽപര്യ ഹർജി വന്നിരിക്കുന്നു. 22 ലക്ഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും പരീക്ഷ നടത്താനുള്ള തീരുമാനം ഏകപക്ഷീയമാണ് എന്നതാണ് ഹർജിയിലെ വാദം. നാളെയാണ് ഹർജി കോടതി പരിഗണിക്കുക എന്നറിയുന്നു. പുനഃപരീക്ഷ നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും NTA-ക്കും വിദ്യാർത്ഥികൾ നിവേദനവും നൽകിയിട്ടുണ്ട്. വിനീത, ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഹർജി നാളെയാണോ കോടതി പരിഗണിക്കുക? അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ ആശങ്ക അത് വിദ്യാഭ്യാസ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. പുനഃപരീക്ഷ നീട്ടിവെക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ഇത് പരിഗണിക്കാനുള്ള സാധ്യതകളുണ്ടോ? നാളെയാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് തന്നെയാകും ഈ ഹർജി പരിഗണിക്കുക. പൊതുതാൽപര്യ ഹർജിയാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. അത് GK സൂചിപ്പിച്ചതുപോലെ തന്നെ 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷ എഴുതുന്നത്. അത് ഒരു കൃത്യമായിട്ടുള്ളൊരു നടപടിയല്ല എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അത് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലേക്കടക്കം എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷ വീണ്ടും നടത്തുന്നതിനെതിരെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ളൊരു ഹർജിയാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. ഹർജി നാളെ പരിഗണിക്കും. ഒപ്പം തന്നെ 1450-ലധികം വിദ്യാർത്ഥികൾ ആണ് ഒരു നിവേദനം ഈ ഘട്ടത്തിൽ NDA-ക്കും ഒപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുമാണ് നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് ഈ റീഷെഡ്യൂൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ വച്ചിരിക്കുന്ന ഈ പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റീഷെഡ്യൂൾ അത് ഒന്നും കൂടി നടത്തണം. ഒരു മാസത്തേക്ക് കൂടി വിദ്യാർത്ഥികൾക്ക് ഒരു കാലാവധി നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ അവർ പറയുന്നത്. കാരണം വളരെ പെട്ടെന്ന് ഇത്തരത്തിലേക്ക് വീണ്ടും ഒരു പുനഃപരീക്ഷ നടത്തുമ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശങ്കയുണ്ട്. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസത്തേക്ക് കൂടി ഒരു ചെറിയ ഒരു കാലാവധി ഞങ്ങൾക്ക് നീട്ടി നൽകണം. അതിനുശേഷം വീണ്ടും റീഷെഡ്യൂൾ ചെയ്യണം എന്നൊരു ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശരി വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.